ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചികിത്സാ രീതികളെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഭയങ്കര വെറൈറ്റി ഓഫ് ചികിത്സാ രീതികളൊക്കെ ഇപ്പോൾ ഉണ്ട്. മോസ്റ്റ് പ്രോബബിളി നിങ്ങളെല്ലാവരും കേട്ടിരിക്കുക ഈ അലോപ്പതി അഥവാ ഇന്നത്തെ മോഡേൺ മെഡിസിൻ. മോഡേൺ മെഡിസിൻ അലോപ്പതി ഒന്നല്ല ആക്ച്വലി. അലോപ്പതിയുടെ ഒരു പുതിയ വെർഷനാണ് ഈ മോഡേൺ മെഡിസിൻ. പിന്നെ ഓബിയസ്ലി ആയുർവേദമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കോമൺലി പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഹോമിയോപ്പതിയുമാണ്. ഇതിന് പുറമേ കുറേ ഉണ്ട്, സിദ്ധ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഞാൻ സംസാരിക്കാൻ ഉണ്ടായ കാരണം ഒരുപാട് ആളുകൾ എപ്പോഴും ഈ ആയുർവേദത്തിൽ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അതായത് ആയുർവേദമാണ് ഏറ്റവും നല്ലത്, ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അതേസമയം ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്, അത് കാശുണ്ടാക്കാൻ വേണ്ടി പുഷ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കരമായ പ്രചാരണം ഞാൻ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ യാഥാർത്ഥ്യം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു മെഡിക്കൽ എക്സ്പേർട്ട് അല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് തൊട്ട് ഇങ്ങോട്ട് എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വന്ന ഒരു രോഗിയായിരുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. ഞാനിതിൽ ഈ ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എല്ലാ ട്രീറ്റ്മെൻറ്റും പരീക്ഷിച്ചിട്ടുള്ള ആളാണ്. സോ അതിൻ്റെ റിസൾട്ടൊക്കെ വെച്ചിട്ടൊരു അനുമാനം പറയാം. പിന്നെ ഓൾറെഡി പ്രൂവ് ചെയ്യപ്പെട്ട ചില സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഇപ്പോൾ ഈ പ്ലസീബോ എഫക്റ്റ് എന്നും അല്ലാത്ത നോർമൽ എഫക്റ്റ് എന്നും പറഞ്ഞ് 2 എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ പ്ലസീബോയുടെ ഓപ്പോസിറ്റ് നോസീബോ എഫക്റ്റ്, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. പ്ലസീബോ എഫക്റ്റ് എന്നൊരു സാധനമുണ്ട്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കിയിരിക്കണം. അതായത് 10 പേർക്ക് ഒരേ അസുഖമുണ്ട്. ഇതിൽ 5 പേർക്ക് ഒറിജിനൽ മരുന്നും 5 പേർക്ക് മരുന്നെന്ന പേരിൽ ഒരു എഫക്റ്റും ഇല്ലാത്തൊരു വസ്തുവും ഒരു പഞ്ചാര മുട്ടായി മരുന്നാണെന്ന് പറഞ്ഞ് കൊടുത്താലും ഈ ആദ്യത്തെ 5 പേർക്ക് അസുഖം മാറുന്നത് പോലെ തന്നെ ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ 5 പേരിൽ മിനിമം ഒരു 3 പേർക്കെങ്കിലും അസുഖം മാറിയിരിക്കും. മരുന്ന് കൊടുത്തിട്ടില്ല. അത് ആയുർവേദമോ മോഡേൺ മെഡിസിനോ ഒന്നും ഞാൻ അവിടെ പറയുന്നില്ല. മരുന്നെന്ന പേരിൽ എന്തെങ്കിലും കൊടുത്താൽ മതി, അവർക്ക് അസുഖം മാറും. അതിനാണ് പ്ലസീബോ എഫക്റ്റ് എന്ന് ശാസ്ത്രം പറയുന്നത്. അതായത് ആ മരുന്നിനോടുള്ള വിശ്വാസം നമ്മുടെ അസുഖം മാറ്റും. ഈ 10,000-10,000 വർഷത്തോളമായി ഗോത്രവർഗ്ഗ കാലം മുതലേ ഒരു അസുഖം വന്നാൽ അതിന് പച്ചമരുന്നോ പച്ചിലയോ എന്തെങ്കിലും കഴിച്ചാൽ അസുഖം മാറുമെന്നുള്ളൊരു ഇനേറ്റ് ആയിട്ടുള്ള ബിലീഫ് നമ്മളിങ്ങനെ പരീക്ഷിച്ച് മനുഷ്യൻ്റെ ബോഡിയിൽ, നമ്മുടെ ജീൻസിൽ സിങ്കായിരിക്കുകയാണ്. എവല്യൂഷൻ്റെ ഒരു ഭാഗമാണത്. അപ്പം മരുന്നെന്ന് പറഞ്ഞ് എന്ത് കഴിച്ചാലും ചിലപ്പോൾ ആ മരുന്നിൻ്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കും. കാരണം നമ്മുടെ വിശ്വാസം കൊണ്ട് സംഭവിക്കുന്നതാണ്, ബോധമുള്ള ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്ലസീബോ എഫക്റ്റ് അല്ലാതെ മരുന്ന് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ മോഡേൺ മെഡിസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ആക്ച്വലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് അതിനാണ് ഈ കൺട്രോൾഡ് ട്രയൽസ് വച്ചിരിക്കുന്നത്. അതായത് പ്ലസീബോ എഫക്റ്റ് അല്ലാതെ ഈ മരുന്നിൻ്റെ എഫക്റ്റിലാണോ കൂടുതലും റിസൾട്ട് സംഭവിക്കുന്നതെന്ന് പരീക്ഷണം നടത്തി പ്രൂവ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് മോഡേൺ മെഡിസിൻ സയൻറ്റിഫിക് ആണെന്നും ഇത് നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ്, ഇതിന് റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ ആയുർവേദമാവട്ടെ ഹോമിയോപ്പതി ആവട്ടെ ഈ ടെസ്റ്റുകളിലൊന്നും ഒരിക്കലും പോസിറ്റീവ് റിസൾട്ട് കിട്ടാത്തത് കൊണ്ടാണ്. അതിപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ അജണ്ടയാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നടത്തിയ ടെസ്റ്റിലും അതെ, ഈ ആയുർവേദം സപ്പോർട്ട് ചെയ്ത് നടത്തുന്ന ആൾക്കാർ, വാദിക്കുന്ന ആൾക്കാർ നടന്ന ടെസ്റ്റിലും അതെ, ഒരിക്കലും ഇതിന് ഒരു ഇനേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആയുർവേദത്തിനോ ഹോമിയോപ്പതിക്കോ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയിൽ ആക്ച്വലി റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തൽക്കാലം പെയിൻ റിഡക്ഷൻ ഇപ്പോൾ തടവലിലൊക്കെ സംഭവിക്കുന്നതായിട്ട് ക്ലിനിക്കലി കണ്ടെത്തിയിട്ടുണ്ട്. അതല്ലാതെ ഈ മരുന്ന് കൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിൽ പ്രധാനമായിട്ട് ഞാൻ കാണുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആയുർവേദവും മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതിയൊക്കെ എന്തോ 2 സാധനമായിട്ട് കാണുന്നതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നോക്കൂ, അത് പണ്ടുണ്ടായിരുന്നത് ആയുർവേദമായിരുന്നു, അതുകൊണ്ട് അതാണ് ബെറ്റർ എന്നൊരു ചിന്ത. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്തവരാണ് ഈ പഴയ കാലഘട്ടത്തിലേക്ക് കടിച്ചു പോയി കിടക്കുന്നത്, ഈ പാരമ്പര്യം എന്ന് പറഞ്ഞൊരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിക്കുന്നത്. കാരണം മനുഷ്യനുണ്ടായ കാലം മുതലേ മനുഷ്യന് അസുഖങ്ങൾ വരുന്നുണ്ട്. ഈ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ചില വഴികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, ചില മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ സ്വയം പരീക്ഷിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് അസുഖത്തിന് വെളിയിൽ വരണമല്ലോ. നമുക്ക് ഈ ജീവൻ ഉണ്ടായ കാലം മുതലേ ജീവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിലനിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്യൂച്ചറിലോട്ട് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള പണി നമ്മുടെ ഇവർ ചെയ്യുന്നു. ആര് ചെയ്യുന്നു? മനുഷ്യൻ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദം ഉണ്ടായത്. അത് പോരാതെന്ന് തോന്നി ഇതിനേക്കാളും ബെറ്ററിലേക്ക് പോകണം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ഇന്ന് അലോപ്പതിയും കഴിഞ്ഞ് മോഡേൺ മെഡിസിനിൽ വന്ന് നിൽക്കുന്നത്. അല്ലാതെ ഇതെല്ലാം മനുഷ്യനെന്തോ തളർത്താൻ വേണ്ടി ഉണ്ടാക്കിയൊരു കോൺസ്പിറസി തിയറിയാണെന്നുള്ള രീതിയിലാണ് ആളുകൾ പലരും ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. തെറ്റായ ധാരണയാണ്.
നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഇപ്പോൾ ആയുർവേദമാണ് കംപ്ലീറ്റ്ലി ശരിയെന്നോ അല്ലെങ്കിൽ അലോപ്പതിയാണ് കംപ്ലീറ്റ്ലി ശരിയെന്നോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനാണ് കംപ്ലീറ്റ്ലി ശരിയെന്നോ കടിച്ചു നോക്കി കടന്നു കഴിഞ്ഞാൽ അതിലൊരു ഭയങ്കര പ്രശ്നമുണ്ട്. യു വോണ്ട് സർവൈവ്. നമുക്ക് ഞാൻ ഒരുപാട് ഈ നമ്മുടെ ഈ ഗുരുക്കന്മാരും അല്ലെങ്കിൽ അതല്ലാതെ ഈ ട്രഡീഷണാലിറ്റിയെ പുഷ് ചെയ്യുന്ന ആളുകളൊക്കെ ആയുർവേദത്തെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആയുർവേദമാണ് ഏറ്റവും മഹത്തായത്, ആയുർവേദത്തിൽ ഈ നിമിഷം മതി അസുഖം മാറാനെന്ന് പറയുന്ന ആളുകൾ അവരുടെ ബ്രെയിനിൽ ഒരു ക്ലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായ ട്രീറ്റ്മെൻറ്റ് എടുക്കും. എന്നാൽ ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന ശിഷ്യന്മാരൊക്കെ മരിച്ചു പോകാറാണ് പതിവ്. ഇപ്പോൾ ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കാൻ ആയുർവേദത്തിൽ പോയി മരണപ്പെട്ടു പോയി ഒരുപാട് പേരുണ്ട്. എൻ്റെ ലൈഫിൽ അറിയാവുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ മോഡേൺ മെഡിസിൻ എടുത്ത് സർവൈവ് ചെയ്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ ചോദിക്കും മോഡേൺ മെഡിസിന് സൈഡ് എഫക്ട്സ് ഇല്ലേ? തീർച്ചയായും ഉണ്ട്. എന്താണ് സംശയം? ഈ മോഡേൺ മെഡിസിന് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് മോഡേൺ മെഡിസിൻ ഓരോ മെഡിസിനും ക്ലിനിക്കൽ ട്രയലിൽ അവർ പരീക്ഷിച്ച് കണ്ടെത്തുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞുകൂടിയാണ് ഈ മരുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നിങ്ങളിത് കഴിക്കുന്നതെന്നൊരു ചോദ്യം. കാരണം അസുഖം മാറണമെങ്കിൽ ഇത് കഴിക്കാനല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലേ? നമ്മുടെ ജീവിത രീതി അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു ക്യാൻസർ അല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായ ഒരു അസുഖം വന്നു പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പിന്നെ എന്താണ് വഴി? ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഒരേ ഒരു വഴി. അപ്പോൾ ഈ സൈഡ് എഫക്റ്റിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം പ്രോപ്പർ ലൈഫ് സ്റ്റൈലും പ്രോപ്പർ ഡയറ്റും ഒക്കെ ഫോളോ ചെയ്താൽ ഈ സൈഡ് എഫക്റ്റുകൾ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാൻ നമുക്ക് പോകാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു സ്റ്റുപ്പിഡ് ബിലീഫ് എന്ന് പറയുന്നത് ആയുർവേദത്തിനോ ഹോമിയോപ്പതിക്കോ ഒന്നും സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഹോമിയോപ്പതിയെ പറ്റി എനിക്കറിയാത്തതുകൊണ്ട് ഞാനെ പറ്റി പറയുന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ആയുർവേദവും ഈ അരിഷ്ടവും കഷായവും ഒക്കെ കലക്കി കുടിച്ച് ലിവർ ഡാമേജ് ഉണ്ടായ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല, എനിക്ക് പരിചയമുണ്ട്. സോ ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയുന്നത് ഒരു വൻ സ്റ്റുപ്പിഡിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇപ്പം നേച്ചറിൽ നിന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നൊരു വലിയ പ്രചാരണം ഇവിടെ ഉണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട 100 വർഷം മുമ്പത്തെ ആയുർവേദ മെഡിസിൻസ് ഒന്നുമല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വളരെ പ്രിസർവേറ്റീവ്. അന്ന് കഷായം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടാക്കി അപ്പോൾ ഉപയോഗിക്കുന്ന സാധനമായിരുന്നു. ഒരാൾക്ക് കഷായം ഉണ്ടാക്കാനുള്ള ചീട്ടാണ് എഴുതി കൊടുക്കുന്നത്. അയാൾ വീട്ടിൽ പോയി അത് ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ബോട്ടിൽഡായിട്ട് വരുന്ന സാധനമൊന്നും ആയിരുന്നില്ലേ ഈ കഷായവും അല്ലെങ്കിൽ അതുകൊണ്ടനുബന്ധിച്ച പല മരുന്നുകളും. ക്യാപ്സ്യൂളൊന്നും അന്നത്തെ കാലത്ത് ഇല്ല എന്തായാലും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെയും ഇതിന് രണ്ടിനെയും കൂടെ ഖണ്ഡിക്കാൻ വേണ്ടി ചില ആൾക്കാർ പറയുന്നു ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഈ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലുകളൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യുന്നവരാണെന്ന്. ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സത്യമാണ്. കാരണം അവർ ചെയ്യുന്നതൊരു ബിസിനസ്സാണ്. അവർ ആ ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? പണമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. അതല്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു മാരകമായ അസുഖം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 3-4 ഒപ്പീനിയൻ എടുക്കുക. എന്നിട്ടത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആണെന്ന് തോന്നുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്താൽ മതി. നിങ്ങളത് ചെന്ന് പറഞ്ഞ ഡോക്ടറിനെ കണ്ണു അടച്ച് വിശ്വസിച്ച് മരുന്ന് വരി കഴിക്കാനൊന്നും വേണ്ട. കാരണം അവർ മനുഷ്യരാണ്, അവർക്ക് തെറ്റ് പറ്റാം. ഇതിന് പുറമെ അവർക്കും സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കാം. ഈ ഒരുപാട് മെഷീൻസൊക്കെ പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും കൊണ്ടുവച്ചേക്കുന്നത് ആ മെഷീനുകൾ ഉപയോഗിക്കാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുമാണ്. സോ അതിൻ്റെ ആവശ്യം എവിടെ എപ്പോഴൊന്നും നമ്മൾ യുക്തി ഉപയോഗിക്കണം. നമുക്ക് തലച്ചോറെന്നൊരു വസ്തു അല്ലെങ്കിൽ ബോധം എന്നൊരു സാധനം ഉള്ളത് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ വേറൊരു റീസൺ എന്താണെന്ന് അറിയാമോ? ഈ പ്രചാരണമാണ് ഏറ്റവും കൂടുതൽ മോഡേൺ മെഡിസിനെതിരായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്ന ഒരു കാര്യം. അപ്പോൾ അവരോട് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് വിചാരിക്കുന്നത്? ഈ ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല നടത്തുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടോ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെറും 500 രൂപയ്ക്ക് തടവാൻ സാധിച്ചിരുന്ന കയ്യിൽ ഇപ്പോൾ ഒരു തിരുമൽ ഇന്ന് നിങ്ങൾ ഏത് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയാലും മിനിമം 5000 രൂപയിൽ താഴെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് പോയവർക്കറിയാം. കാരണം എന്തിനാണ്? അവരും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന വെറും ബിസിനസ് തന്നെയാണ്. അല്ലാതെ ഇവിടെ ഫ്രീ ആയിട്ട് ആയുർവേദ ചികിത്സ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദേ മൈറ്റ് ഹാവ് ആൻ ഇനേറ്റ് ആയിട്ടുള്ള സാമ്പത്തിക ലാഭം എടുക്കാതെ ചെയ്യുന്ന സെൽഫ്ലെസ് ആയ ആളുകൾ ഉണ്ടാവാം. അതിപ്പോൾ മോഡേൺ മെഡിസിനിലും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചിലപ്പോൾ അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കും. പക്ഷേ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയാലും ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അവരെയും മരുന്നുകൾ പുഷ് ചെയ്യുക, ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കുക, നിങ്ങളെ ധാരാവസ്ഥയൊക്കെ ചെയ്യിക്കുമ്പോൾ അവർ നല്ല പേയ്മെൻറ്റാണ് വാങ്ങിക്കുന്നത്. സത്യം പറഞ്ഞാൽ റിസോർട്ടിൽ പോയി കിടക്കുന്ന അത്രയും പൈസയാണ് ഇന്നൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയാണെന്ന് പോയിട്ടുള്ളവർക്കറിയാം. എക്സെപ്റ്റ് നമ്മുടെ
എന്താണ് മെഡിക്കൽ കോളേജുകൾ, ആയുർവേദ മെഡിക്കൽ കോളേജുകൾ. അല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അനുഭവം ഉണ്ടായിരിക്കും, അവർക്ക് പ്രത്യേകം പറഞ്ഞ കാര്യമില്ല. നമുക്ക് ഇത് മൊത്തത്തിലുള്ള മനുഷ്യൻ്റെ കുഴപ്പമാണ്. എന്താണ്, നമ്മളെല്ലാത്തിനും ലാഭം കണ്ടെത്താൻ നോക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ചെറിയ പൈസ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് ശ്രമിക്കും. പക്ഷേ ഈ ഫാക്ടേഴ്സ് ഒന്നും യാഥാർത്ഥ്യത്തെ ഫുള്ളായിട്ട് പുഷ് ഔട്ട് ചെയ്ത് കളയാൻ സഹായിക്കില്ല. കാരണം ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് മോഡേൺ മെഡിസിൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എക്സെപ്റ്റ് ഫോർ സം തിങ്സ്, ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഈ നടുവേദനയ്ക്ക് അല്ലെങ്കിൽ തേയ്മാനത്തിനൊക്കെ തടവാനും അത്തരം കാര്യങ്ങൾക്ക്. ഇനി ഒരു പർട്ടിക്കുലർ വിഭാഗം ആൾക്കാരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പരിചയപ്പെട്ട ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ അമ്മായിയമ്മ ഈ ഷുഗറുണ്ട്. അപ്പോൾ ഷുഗറിന് മരുന്ന് കഴിക്കില്ല. കാരണം മോഡേൺ മെഡിസിൻ ഒക്കെ അലോപ്പതിയൊക്കെ വെറും വ്യാജമാണെന്ന് അവരേതോ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിരിക്കുകയാണ്. അത് കാരണം അവരതിനൊരു ആയുർവേദ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഷുഗർ എന്ന് പറയുന്ന അസുഖത്തിന്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ മെഡിക്കൽ കോളേജിൽ വളരെ സിവിയറായിട്ട് ബ്രെയിനിലൊക്കെ എന്തോ ഡാമേജൊക്കെ വന്ന് ഷുഗർ കണ്ടിന്യൂസ് ആയിട്ട് കൂടി നിന്നതിൻ്റെ എഫക്റ്റാണ് അഡ്മിറ്റായി കിടപ്പുണ്ട്. അവർ ആയുർവേദ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. നോക്കൂ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശരിയാണോ എന്ന് നമ്മൾ ആദ്യം നോക്കുക. അതായത് നിങ്ങൾ അലോപ്പതിക്കെതിരെ സംസാരിക്കുന്നവരാണ്, നിങ്ങൾ ആയുർവേദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ? നല്ല കാര്യം. നിങ്ങൾ ഈ ആയുർവേദത്തിൽ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ? അതായത് സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രം ആഹാരം കഴിക്കുന്ന, കൃത്യമായി ഈ വാതാപിത്ത രീതിയിലൊക്കെ ഡിഫൈൻ ചെയ്ത അതിനനുസരിച്ചുള്ള ജീവിത രീതിയും ഫുഡ് പാറ്റേൺസും ക്രീപ്പ് ചെയ്ത് കൃത്യമായി ആ സമയത്ത് ഉറങ്ങി കൃത്യമായി രാവിലെ നല്ല സമയത്ത് എഴുന്നേറ്റ് അങ്ങനെ ഒരു ചിട്ടയായ ജീവിതം കൃത്യവ്യായാമത്തോടു കൂടി ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആയുർവേദത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറയും. സംസാരിക്കണ കാര്യമല്ല, ആയുർവേദ മെഡിസിൻ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയും. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ആയുർവേദ മെഡിസിൻ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. കാരണം ആയുർവേദം ബേസിക്കലി ഒരു ലൈഫ് സ്റ്റൈൽ കൂടിയാണ്. ഹോമിയോപ്പതിയിൽ ഇതേ എഫക്റ്റ് ഉണ്ട്. ഞാൻ കുട്ടിക്കാലം മുതലേ ആസ്മയുള്ള ഒരു കുട്ടിയാണ്. 7ാം ക്ലാസ് മുതലാണ്, കുട്ടിക്കാലം തൊട്ടല്ല, ശരിക്കും പറഞ്ഞാൽ 7ാം ക്ലാസ് മുതലാണ് എനിക്ക് ആസ്മയുള്ളത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതിന് റോട്ടോഹെയിലൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്, ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇടക്കാലത്ത് ഞാൻ വെച്ചൊരു ഹോമിയോ ഡോക്ടറിനെ പോയി കണ്ട് ചില ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഹോമിയോ ഡോക്ടർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ജീവിത രീതിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, അതിൻ്റെ കൂടുതൽ മരുന്നും തന്നിട്ട് ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ ആ മരുന്നും കഴിച്ച് ആ ജീവിത രീതിയിലെ മാറ്റവും വരുത്തിയപ്പോൾ എനിക്ക് ശ്വാസം മുട്ട് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ അങ്ങനെ പോയി. പിന്നീട് ഞാൻ ആ മെഡിസിൻ കഴിക്കുന്ന നിർത്തി. ഞാൻ വീണ്ടും നോർമൽ ലൈഫ് സ്റ്റൈലിൻ്റെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോയപ്പോൾ എനിക്ക് വീണ്ടും ശ്വാസം മുട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഹോമിയോ മരുന്നിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വരുത്തിയ ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ആ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ചേഞ്ചസ് ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുമോ എന്നെനിക്ക് സംശയം തോന്നി. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് നോക്കി, മെഡിസിൻ കഴിക്കാതെ. വീണ്ടും എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ശ്വാസം മുട്ടില്ലാതെ കുറേ നാൾ പിന്നെ പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ശ്വാസം മുട്ടേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ലൈഫ് സ്റ്റൈലൊന്നും കീപ്പ് ചെയ്യുന്നില്ല. എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ തലകുത്തി മറിഞ്ഞാണ് പോകുന്നത്. ഞാൻ രാത്രി 10 മണിക്ക് ആഹാരം കഴിച്ച് 12 മണിക്ക് കുളിക്കുന്ന ആളാണ് ഇപ്പോഴും. സോ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഈ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ഈ കിട്ടുന്ന ചവറും എല്ലാം വലിച്ചു വാരി തിന്നിട്ട് മോഡേൺ മെഡിസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ആയുർവേദത്തിനെന്നല്ല, സാക്ഷാൽ ദൈവത്തിന് പോലും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഒരു മൈൻഡ് ബോഡി കണക്ഷൻ എന്നൊരു സംഭവമുണ്ട്. അത് ഇതിനൊക്കെ പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിന് ചിലപ്പോൾ ചില അസുഖങ്ങൾ മാറ്റാൻ സാധിച്ചെന്നിരിക്കാം, ചില വിശ്വാസങ്ങൾക്ക് ചിലപ്പോൾ അസുഖങ്ങൾ മാറ്റാൻ സാധിച്ചെന്നിരിക്കും. അത് സംഭവിച്ചിട്ടുണ്ട്. സ്പോണ്ടേനിയസ് റെമിഷനൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സ്പോണ്ടേനിയസ് റെമിഷൻ എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഒരു ക്യാൻസർ 4th സ്റ്റേജ് ക്യാൻസർ പേഷ്യൻറ്റിന് ഒരു ദിവസം കൊണ്ട് അസുഖം മാറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സംഭവിക്കുമായിരിക്കാം. അതൊക്കെ റയർ കേസ് സിനാരിയോയിൽ, അത് ഇപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹമോ എന്തോ അങ്ങനെ സംഭവിക്കുന്നത്. അത് എങ്ങനെ സംഭവിക്കുന്നത് ഇതുവരെ തെളിവൊന്നും ആർക്കുമില്ല. നമുക്ക് അവകാശവാദങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെയായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും, അല്ലെങ്കിൽ 4th സ്റ്റേജ് ക്യാൻസർ വരെ പോയിട്ട് അല്ലെങ്കിൽ ഒരു അസുഖം വരെ പോയിട്ട് മിറാക്കിൾ സംഭവിച്ച് മാറട്ടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ എനിക്കെന്ത് അസുഖം വന്നോട്ടെ, ട്രീറ്റ് ചെയ്തോട്ടെ എന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, പോകണമെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ ചാവട്ടെ എന്ന് വിചാരിക്കുന്ന എന്നെ പോലത്തെ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതും ഓക്കെ. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ശരിക്കും ആയുർവേദത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഇതിൽ ട്രീറ്റ്മെൻറ്റ് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മോഡേൺ മെഡിസിൻ വേണ്ട എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായ ആ ഒരു ചികിത്സാ രീതിക്ക് അനുബന്ധമായ ലൈഫ് സ്റ്റൈലിലോട്ട് പോവാതെ നിങ്ങളത് ചുമ്മാ മരുന്ന് മാത്രം കഴിച്ചിട്ട് എന്നെ ആയുർവേദം രക്ഷിച്ചോളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോണില്ല. നോ ഡൗട്ട് അറ്റ് ഓൾ. നമുക്കൊരു പ്രോപ്പർ ലൈഫ്, പ്രത്യേകിച്ച് ഈ ആയുർവേദത്തിൽ പറയുന്ന ലൈഫ് സ്റ്റൈലൊക്കെ ഒരു വളരെ നല്ല നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ നേച്ചറുമായിട്ട് ഇണങ്ങിയ ഒരു ലൈഫ് സ്റ്റൈലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. റെയർ കേസ് സിനാരിയോയിൽ മാത്രമേ അവർക്ക് വരാറുള്ളൂ. അപ്പോൾ എനിവേ നിങ്ങളും അത് നോക്കുക. എങ്ങനെയാണ് നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നത്? എല്ലാത്തിനെയും കണ്ണുമടച്ച് അന്ധമായി എതിർത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനടക്കം അല്ലെങ്കിൽ മറ്റ് പല യൂട്യൂബേഴ്സും ഈ ആയുർവേദത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നതും അതിനെ എതിർത്ത് വീഡിയോ ഇടുന്നതും മോഡേൺ മെഡിസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നതും അതിനെ എതിർത്ത് വീഡിയോ ഇടുന്നതും അവർക്ക് യൂട്യൂബ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കാതിരിക്കുക. അതിനെ അതുപോലെ അങ്ങ് വിഴുങ്ങരുത്. ഈ ആയുർവേദത്തിനെ പ്രോപ്പർലി ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവർ ആ ആയുർവേദ ലൈഫ് സ്റ്റൈലാണോ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതോ അവർ യൂട്യൂബിലും മറ്റ് പ്രഭാഷണ കേന്ദ്രങ്ങളിലും പോയിരുന്ന് ഘോരഘോരം പ്രഭാഷിച്ചതിന് ശേഷം അവർ ചികിത്സിക്കാൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലുകളിലേക്കാണോ പോകുന്നത് എന്നും കൂടി നിങ്ങൾ നോക്കുക. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്, യൂസ് യുവർ ബ്രെയിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോധം ഉപയോഗിക്കുക. താങ്ക് യു.